പിന്നെ പുണ്യാഹം തളിച്ച് നിവേദ്യം തുടങ്ങുമ്പോഴേ ഈ പായസത്തിൻ്റെ രീതി അങ്ങ് മാറുകയാണ്. ചുമന്ന് പൊടിയുന്ന ഒരവസ്ഥ. പിന്നെ അത് പൊടിഞ്ഞ് കുങ്കുമത്തിൻ്റെ കളറായിട്ട് കുങ്കുമമായിട്ട് അങ്ങ് നിറയുക. ഇത് കണ്ടുകൊണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ തിണ്ണയ്ക്കോട്ട് മാറി. അതായത് ഭയം. സാധാരണ ഒരാൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ളതും സത്യത്തിലുള്ളൊരു കാര്യമാണിത്. ഒരിക്കലൊരു സ്ത്രീ പാലക്കാട് നിന്ന് വളരെ ബുദ്ധിമുട്ടി പൊങ്കാലയിടാൻ വന്നിട്ട് ആരും ഇരുത്തുകയില്ല. പെണ്ണുങ്ങളും ഇരുത്തുക ആരുമില്ല, അവരങ്ങ് ഇടയില്ല. അപ്പോൾ ഈ സ്ത്രീ നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ കൂടെ ഒരു പട്ട് ഇങ്ങനെ പറന്നു പോകുന്ന അല്ലാതെ ആനെ കാണാൻ വയ്യ. പിന്നെ ആരെയും കണ്ടിട്ടില്ല. അത് ദേവിയാണെന്നുള്ള വിശ്വാസമാണ് അവർക്ക്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ ഭാര്യ വിളക്ക് കത്തിക്കാൻ തുടങ്ങുമ്പോഴേ അപ്പോൾ ചക്കരത്തമ്മയുടെ ഒരു ഫോട്ടോയും അവരിവിടെ നിന്ന് കൊണ്ടുപോയി. ആ ഫോട്ടോയും വെച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. ലഹരിയുടെ മണവും കണ്ടവാനുണ്ട്. അപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ സത്യം ചെയ്തേച്ച് വരുന്ന വരവിനല്ലേ നിങ്ങൾ ഈ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുക. അയാൾ എഴുന്നേറ്റ് ഭാര്യ ഒറ്റ ചവിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ വിളക്കെടുത്ത് വെളിയിലോട്ട് എറിയുകയാണ്. അയാൾ ദേവിയുടെ ഫോട്ടോയും ഉടഞ്ഞു, ഈ വിളക്കിൻ്റെ തലയെ ഒടിഞ്ഞു. അപ്പോൾ ഈ ഭാര്യയും മക്കളും പറഞ്ഞു, ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ് ദൈവത്തിൽ നിന്ദിക്കുകയൊക്കെ ചെയ്തു. അവർക്കപ്പോൾ സാമ്പത്തികം കണ്ടുവാനുള്ള ഒരു വീട്ടുകാരാണ്. അവർക്കിതൊന്നും ബാധമല്ല, ആരോ പറയുന്നത് കേട്ട് നിർത്താൻ വന്നതാണ്. ഒരിക്കലെ ഒരു കുടുംബത്തിൽ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു വലിയ കുടുംബമാണ് അവരുടെ. സാമ്പത്തികമൊക്കെ ഒരു 10-14 ടിപ്പറും ഏക്കർ കണക്കിന് ഭൂമിയും പാറമടകളും ഒക്കെ നിരവധിയുള്ള ആൾക്കാരാണ് അദ്ദേഹം. ഒരിക്കൽ ആ വീട്ടിൽ ഈയുടെ ശല്യം, കുടിച്ചു കഴിഞ്ഞാൽ മഹാശല്യമാണ്. എന്നാൽ കോടീശ്വരനാണ് അദ്ദേഹം. ഒരിക്കൽ വന്ന് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും നിർബന്ധം കൊണ്ട് ഇവിടെ വന്ന് കുടി നിർത്താനിടയായി. സത്യം ചെയ്തു. ഞാൻ പറഞ്ഞു, കുടി നിർത്താൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമേ നിർത്താവൂ. കുടിച്ച ശേഷം സത്യത്തിന് വിരോധമായിട്ടോ സത്യം ചെയ്യുന്നതിന് ഓപ്പോസിറ്റായിട്ടോ പ്രവർത്തിച്ചാൽ ആ കുടുംബം മുഴുവൻ നശിക്കും, നിങ്ങൾക്കും അതിൻ്റേതായ ശിക്ഷ കിട്ടും. അതൊന്നും സാരമില്ല, ഞാൻ സത്യം ചെയ്തോളാം എന്നും പറഞ്ഞ് അത് സത്യം ചെയ്തു. സത്യം ചെയ്തിട്ട് പോയ പോക്കിന് കോട്ടയത്തിന് പോകുന്ന ആ ഭാഗത്ത് എവിടെയോ വെച്ചാൽ ഒരു ഷാപ്പിൽ കയറി വണ്ടിയുടെ മോളും ഭാര്യയും ഉണ്ട്. അവരെ അവിടെ ഇരുത്തേച്ച് ഞാനൊരു കോൺട്രാക്ടറെ കണ്ടേച്ചു പോട്ടെന്നും പറഞ്ഞ് അയാൾ പോയി കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കപ്പലിൻ്റെ ഇരുന്നുകൊണ്ട് വരികയാണ്. അപ്പം മോള് ചോദിച്ചു, അച്ഛൻ കുടിച്ചോന്ന് ചോദിച്ചു. ഇല്ല. അപ്പോൾ തള്ള ചോദിച്ചു, നിങ്ങൾ കുടിച്ചേച്ചല്ലേ ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു. ഏതാണ്ട് ഒരു അസഭ്യം അയാൾ പറയുകയുണ്ടായി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഈ ഭാര്യ വിളക്ക് കത്തിക്കാൻ തുടങ്ങുമ്പോഴേ അപ്പോൾ ചക്കരത്തമ്മയുടെ ഒരു ഫോട്ടോയും അവരിവിടെ നിന്ന് കൊണ്ടുപോയി. ആ ഫോട്ടോയും വെച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇയാളോട് ചോദിച്ചാൽ, അപ്പോൾ കസേരയിൽ ഇങ്ങനെ കിടപ്പുണ്ട്, ലഹരിയുടെ മണവും കണ്ടവാനുണ്ട്. അപ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ സത്യം ചെയ്തേച്ച് വരുന്ന വരവിനല്ലേ നിങ്ങൾ ഈ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുക. അയാൾ എഴുന്നേറ്റ് ഭാര്യ ഒറ്റ ചവിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ആ വിളക്കെടുത്ത് വെളിയിലോട്ട് എറിയുകയാണ്. അയാൾ ദേവിയുടെ ഫോട്ടോയും ഉടഞ്ഞു, ഈ വിളക്കിൻ്റെ തലയെ ഒടിഞ്ഞു. അപ്പോൾ ഭാര്യ ഒത്തിരി കരയൊക്കെ ചെയ്തു. അവസാനം ആരോ ഒരാൾ അയാളെ കാണാൻ വന്നേച്ചു പറഞ്ഞു, നമുക്ക് ആ പാറമട, ഞങ്ങൾക്ക് ഇത്ര ലോഡ് പാറ വേണം, ഇത്ര കോൺട്രാക്ട് പിടിക്കാനാണെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ വരാൻ പറഞ്ഞു, ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇയാൾ പാറമട കൊണ്ടുപോയി ആണിനെയും കൊണ്ട് ഈ പാറ എടുക്കാൻ ഈ കരിങ്കല്ല് എടുക്കാൻ പറഞ്ഞ ആണിനെ അവിടെ ചെന്ന് ഒരു കരിങ്കല്ലേൽ ഇങ്ങനെ കയ്യും കൊടുത്ത് മറ്റേ ആളിനോട് ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ ഇതിനകത്ത് ഈ വെടിമരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയമായി കല്ല് പൊട്ടിക്കാൻ. അപ്പോൾ ഇയാളെ പെട്ടെന്ന് ഒരു സ്പാർക്കിംഗ് ഉണ്ടായിട്ട് ഇത് പൊട്ടിയിട്ട് ഈ കമ്പി വന്ന് ഇയാളുടെ നെഞ്ചത്തൂടെ കയറി പള്ളക്കൂടെ കയറി ഇപ്പുറത്ത് വന്ന് കല്ലേൽ ഇടിച്ച് അവിടെ വന്ന് ഇയാൾ കമ്പിക്കകത്ത്. മറ്റേ ആണിന് യാതൊന്നും സംഭവിച്ചില്ല. പാറ പൊട്ടിച്ചുകൊണ്ടിരുന്ന അയാളുടെ ഒരു നഖം മാത്രമേ പൊട്ടുള്ളൂ, അയാൾക്കൊന്നും പറ്റില്ല. പക്ഷെ ഇയാള് ആകപ്പാടെ തകർന്നു. ഇവിടുത്തെ ആശുപത്രി കൊണ്ടുപോയി 1-1.5 ദിവസം കൊണ്ട് ഇതെല്ലാം നേരെയാക്കി കൊണ്ടുവന്നപ്പം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ കഴുത്തിന് കീഴ്മുറി, യാതൊരു ചലനവും ഇല്ലാതായി തീർന്നു. അപ്പോൾ ഈ ഭാര്യയും മക്കളും പറഞ്ഞു, ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞ് ദൈവത്തിൽ നിന്ദിക്കുകയൊക്കെ ചെയ്തു. നിന്ദിച്ചു. അതിൻ്റെ അവർക്കപ്പോൾ സാമ്പത്തികം കണ്ടുവാനുള്ള ഒരു വീട്ടുകാരാണ്. അവർക്കിതൊന്നും ബാധമല്ല, ആരോ പറയുന്നത് കേട്ട് നിർത്താൻ വന്നതാണ്. ഈയുടെ കഴുത്തിന് കീഴ്മുറി അങ്ങ് തളർന്നുപോയി. തളർന്നു കഴിഞ്ഞിട്ട് തലയ്ക്ക് മാത്രം, നാക്കിന് യാതൊരു കുഴപ്പമില്ല, ശരീരം അനങ്ങുകയില്ല, അവസാനം ഈ കാലനങ്ങയില, കൈ അനങ്ങയില, ഒന്നുമില്ല, മണം അറിയുകയില്ല, സ്വാദറിയുകയില്ല, മലമൂത്ര വിസർജനം തന്നെ പൊക്കോളൂ, അയാൾക്ക് ചെയ്യാൻ അറിയുകയില്ല.
മലമെടുക്കാൻ ട്യൂബ്, മൂത്രമെടുക്കാൻ ട്യൂബ്, ആഹാരം മിക്സിക്കടിച്ച് കൊടുക്കേണ്ട അവസ്ഥ. അവസാനം അവർ ഉണ്ടാക്കിയെടുത്തോളം വർഷങ്ങളോളം അമേരിക്കയിൽ നിന്ന് വരെ മരുന്ന് മേടിച്ചവർ ഉപയോഗിച്ചു. വർഷങ്ങളോളം അയാൾ കിടന്ന് അവസാനം അയാൾ ഉണ്ടാക്കിയെടുത്തോളം മുതൽ നശിപ്പിച്ച വസ്തുക്കളും പോയി. അവസാനം കിടക്കാൻ മാത്രം ഇടവായി, ബാക്കി മുഴുവൻ നശിച്ചു. ടിപ്പറും ലോറിയും കല്ലും എല്ലാം തീർന്നു അയാളെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അയാളെ വീട്ടുകാരോടും ബന്ധുക്കാരോടും പറഞ്ഞു, എനിക്ക് ചക്രത്ത് വരെ തൊഴാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, നിന്നെ എങ്ങനെ കൊണ്ടുപോകാനാ? ഇങ്ങോട്ട് പോകാൻ. അവരുടെ ബന്ധുക്കാരോട്, എനിക്കൊന്ന് ചക്രത്ത് വരെ തൊഴാൻ പോകണമെന്ന് പറഞ്ഞു. എങ്ങനെ കൊണ്ടുപോകാനാ നിന്നെ? ശരീരം അനങ്ങുകയില്ല, ശരീരം എല്ലാം പൊട്ടി പ്രാകൃത മനുഷ്യന്റെ കൂട്ടായി വർഷങ്ങളോളം കിടന്നു. അയാളെ ഒടുക്കം നിർബന്ധം കൊണ്ട് ടെമ്പോയെ കയറ്റി ഒരു സന്ധ്യ ആയപ്പോൾ ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് ഈ വണ്ടി കുറുകെ ഇട്ടുകൊണ്ട് ദേവിയെ അകത്തുനിന്ന് കാണിച്ചു. ആൾക്കാരെ മാറ്റി നിർത്തി. അപ്പോഴത്തേക്ക് ഇയാൾ അങ്ങോട്ട് കരഞ്ഞുകൊണ്ടായിരിക്കും വായിന്ന് കഫക്കെട്ടും ഒക്കെ അങ്ങോട്ട് ചാടി വല്ലാത്തൊരവസ്ഥയിലായി. അതിലൊടുക്കം ഇപ്പുറത്ത് കൊണ്ടുവന്നു. പിന്നെ ഭാര്യയും പിള്ളേരും എഴുന്നേറ്റ് വന്ന് എന്നോട് മാപ്പ്. ഞാൻ പറഞ്ഞു, എന്നോട് മാപ്പ് പറയുന്നത് എന്തിനാ? നിങ്ങൾ എന്നോട് മാപ്പ് പറഞ്ഞു, ദേവിയോടല്ലേ മാപ്പ് പറയാം? ഞാൻ സത്യം ചെയ്യിച്ചെന്നല്ലേ. സത്യം ചെയ്ത് എന്നോടല്ലല്ലോ, ദേവിയോടല്ലേ, നാട്ടുകാരോടുമല്ല. അപ്പോൾ നിങ്ങൾ ദേവിയോടാണ് മാപ്പ് പറയേണ്ടത്. എന്നോട് മാപ്പ് പറയാൻ ഞാൻ നിങ്ങളുടെ കൂട്ടൊരാളെന്നേ ഉള്ളൂ, അല്ല വേറെ ആരുമല്ല. അതിന് മാപ്പ് പറഞ്ഞു. ഞങ്ങളറിയാതെ അമ്മയെ ഒത്തിരി ദൂഷിക്കുകയും അമ്മയെ ഒത്തിരി അവഹേളിക്കുകയും പുച്ഛിക്കുകയും ഒക്കെ ചെയ്യുക. അതിൻ്റെ ശിക്ഷ എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇതുങ്ങളെ കെട്ടിച്ചു വിടാൻ പോലും എനിക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. അപ്പം അയാൾ എന്നോട് ചോദിച്ചപ്പോൾ കയ്യോ കാലോ ഒന്നും അനങ്ങുകയില്ല, നിർജീവമായിട്ട് കിടക്കുക. അയാൾ പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളുടെ കല്യാണം, 2 പെൺപിള്ളേരെ എന്താണെന്ന് തോന്നുന്നത്, അതിൻ്റെക്ക് ആ പിള്ളേരെ കല്യാണം നടത്തുന്ന കാണാൻ ഒക്കുമോ എന്ന് ചോദിച്ചു, നടത്തി കൊടുക്കാൻ ഒക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് പറയാൻ ഞാൻ ആളല്ല, കാരണം ദേവിയുടെ ശിക്ഷയാണ്. നിങ്ങൾ നല്ലതാണ് എങ്കിൽ ദേവി രക്ഷിക്കും, അത് ദേവിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ ഇതുകൊണ്ട് നന്നാകുകയായിരുന്നെങ്കിൽ അതും ദേവിക്ക് അറിയത്തുള്ളൂ. ആ ദേവിയുടെ ഹിതം. നിങ്ങൾ ദേവിയെ പ്രാർത്ഥിച്ചോളാം. പിന്നെ ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ദേവിയെ അവഹേളിച്ചാൽ ദേവിക്ക് ഇത് വല്ലതും പറ്റുമോ? എന്നിട്ട് അയാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആ ഭാര്യയെ ചവിട്ടി, അതുകൊണ്ട് ദേവിക്കൊന്നും പറ്റിയില്ല. നിങ്ങൾ ഫോട്ടോ എടുത്തെറിഞ്ഞു, ഫോട്ടോ ഉടഞ്ഞു, ദേവി ഉടഞ്ഞില്ല. വിളക്കെടുത്തെറിഞ്ഞു, വിളക്കൊടിഞ്ഞു, അതിനും പറ്റിയില്ല. പക്ഷെ നിങ്ങളെ എടുത്ത് ദേവി ഒന്നെറിഞ്ഞപ്പോൾ ഇതുപോലൊക്കായില്ലേ? അപ്പോൾ അഹങ്കാരം ഒന്നിനും പാടില്ല. നിങ്ങൾ ഭക്തിപൂർവ്വം വിചാരിക്കേണ്ട ദേവിയോട് ചെയ്ത സത്യം അന്ന് തന്നെ നിങ്ങൾ തെറ്റിച്ചു. അതിനുള്ള ശിക്ഷയാണ് ദേവി തന്നെ. അതിന് മാപ്പില്ലാത്തൊരവസ്ഥയാണ്. നിങ്ങൾ വീണ്ടും ഇങ്ങനെ കാണിക്കുമല്ലോ എന്നുള്ളത് ദേവിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഭാര്യയോടും പിള്ളേരോടും പറഞ്ഞ്, നിങ്ങൾ വിഷമിക്കേണ്ട, ഇതിനൊരു സമാപ്തി ഉണ്ടാകും, നിങ്ങൾക്കെല്ലാം ശരിയായിക്കോളും. പക്ഷെ ദേവിയോട് മാപ്പപേക്ഷിച്ച് വെള്ളിയാഴ്ച വ്രതം എടുത്ത് പൊങ്കാല ഇടാനൊക്കെ നമ്മൾ അവരോട് പറയുകയൊക്കെ ചെയ്തു. ഈ വ്യക്തി ഒരു 9, 10, 12 ദിവസമായപ്പോഴത്തേക്കും മരിച്ചു. കാരണം ആൾ ജീവിച്ചിരുന്നാലും ഒക്കുകയില്ല. അതുപോലെ തന്നെ ശരീരമൊക്കെ അങ്ങ് വല്ലാതായി പൊട്ടിയതായി. അവർക്ക് ആ പിള്ളേരുടെ എല്ലാ മുതലും പോയി. പക്ഷെ ആ കുടുംബം പിന്നീട് അങ്ങ് നന്നാകുകയാണ്. നല്ല നിലയിൽ ആ കുട്ടിക്ക് നല്ലൊരു ജോലി കിട്ടി. പിന്നെ വിദേശത്തൊക്കെ പോയി നല്ല നിലയിലായി. ആ സ്ത്രീയും നല്ല നിലയിലായി. അവർക്ക് പോയ മുതൽ ഒരു പങ്ക് വരെ അവർക്ക് കിട്ടുകയും ചെയ്തു. അവരിന്നും ക്ഷേത്രത്തിൽ വരുന്നുണ്ട്. അമ്മയെ അറിയാതെ നിന്ദിച്ചതിനും അമ്മയെ പുച്ഛിച്ചതിനും അവഹേളിച്ചതിനും ഒക്കെ മാപ്പ് പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വന്ന് ഇവിടെ വിളിച്ചൂറ്റി പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സംഭവമൊക്കെ ഇവിടെ നടത്തിയുണ്ട്. അങ്ങനെ നിരവധി ആൾക്കാർക്ക്. അതുപോലെ തന്നെ കഴിഞ്ഞ പൊങ്കാല ദിവസം നടന്ന ഒരു വലിയ സംഭവം, അതിന് മുമ്പ് ഇതുപോലൊന്നും നടന്നിട്ടുണ്ട്. ദേവിയെ പ്രത്യക്ഷത്തിൽ കാണാവുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഉച്ചദീപാരാധന എന്ന് പറയുന്നൊരു ചടങ്ങുണ്ട് ഇവിടെ. പൊങ്കാല ദിവസം അന്ന് വൈകിട്ടാണ് പ്രസിദ്ധമായ കാർത്തികസ്തംഭം കത്തിക്കുന്ന ഒരു ചടങ്ങ്. ഉച്ചദീപാരാധന എന്ന് പറയുന്ന ഒരു 10-12 കൂട്ടം സാധനങ്ങളിൽ അഭിഷേകം കഴിച്ചിട്ട് ഓരോ അഭിഷേകത്തിനും ദീപാരാധന കഴിക്കണം. ദീപാരാധന കഴിയുമ്പോൾ നട അടച്ച് പൂജയിൽ അലങ്കരിച്ച് ദേവിയെ ദീപപ്രഭാ വലയത്തിലാക്കി വളരെ സെറ്റും മുണ്ടുമൊക്കെ ചാർത്തി അമ്മ അങ്ങനെ അലങ്കരിച്ച് കിരീടങ്ങളൊക്കെ അണിഞ്ഞ് സർവാഭരണ വിഭൂഷിതയായിട്ട് അമ്മയുടെ ദർശനം കണ്ടാൽ സാക്ഷാൽ ആളായിട്ട് തന്നെ, ദേവിയായിട്ട് തന്നെ തോന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ ചൂടോടുകൂടിയുള്ള പായസം കൊണ്ട് അമ്മയുടെ മുമ്പിൽ ഉരുളിക്കകത്ത് കൊണ്ട് വെക്കണം നിവേദ്യത്തിനായിട്ട്. ആ പായസം കൊണ്ട് വെക്കുമ്പോഴേ ഞങ്ങൾ 5-8 പൂജാരിമാരകത്തുണ്ട്. ഞങ്ങൾ നിവേദ്യത്തിനായിട്ട് പിന്നെ പുണ്യാഹം തളിച്ച് നിവേദ്യം തുടങ്ങുമ്പോഴേ ഈ പായസത്തിൻ്റെ രീതി അങ്ങ് മാറുകയാണ്. ചുമന്ന് പൊടിയുന്ന ഒരവസ്ഥ. പിന്നെ അത് പൊടിഞ്ഞ് കുങ്കുമത്തിൻ്റെ കളറായിട്ട് കുങ്കുമമായിട്ട്
അതങ്ങ് നിറയുക. ഇത് കണ്ടുകൊണ്ട് എല്ലാവരും ഞങ്ങളൊക്കെ തിണ്ണയ്ക്കോട്ട് മാറി. അതായത് ഒരു ഭയം. സാധാരണ ഒരാൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ളതും സത്യത്തിലുള്ളൊരു കാര്യമാണിത്. നിരവധി ആൾക്കാർ ഇത് കാണുകയും ഈ പാത്രത്തോടു കൂടി അവർ മേടിക്കുകയും അവരെ ആ ശരീരത്തൊക്കെ വാരി തേച്ച് കുളത്തിൽ ചാടുകയും വലിയൊരു അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില മാറി. അത് വലിയൊരു സംഭവമാണ്. അതിന് മുമ്പ് ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടായിട്ട് കുങ്കുമല്ല, കുങ്കുമം വാരി അണിഞ്ഞുകൊണ്ട് ദേവി വിളക്കുകളെല്ലാം തന്നെ തെളിഞ്ഞ് ദേവി വളരെയധികം വളർന്ന് എല്ലാ ആയുധങ്ങളും ധരിച്ചിരിക്കുക. കാരണം അന്നത്തെ പൊങ്കാല ദിവസം മറന്നുപോയി. അന്ന് ചെറിയ പൊങ്കാലയായിരുന്നു അകത്ത് തന്നെ. പണ്ടത്തെ പണ്ട് കാലത്ത് അതെ. ഈ 81-ലോ 80-ലോ എങ്ങാണ്ടായി ഈ സംഭവം നടന്നത്. ഈ പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ പൊങ്കാലയ്ക്ക് നടന്ന സംഭവം. ദേവിയുടെ ഒരു അത്ഭുതം. ഒരിക്കലൊരു സ്ത്രീ പാലക്കാട് നിന്ന് വളരെ ബുദ്ധിമുട്ടി പൊങ്കാല ഇടാൻ വന്നിട്ട് ആരും ഇരുത്തുകയില്ല. പെണ്ണുങ്ങൾ ഇരുത്തുക ആരുമില്ല, അവരങ്ങ് ഇടയില്ല. ഇവരിതെല്ലാം കൈ വെച്ചുകൊണ്ട് വളരെ പ്രയാസപ്പെട്ട് നിൽക്കുക. അപ്പോഴുണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റേച്ച് ഒരമ്മ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, എൻ്റെ മക്കൾ അപ്പുറം ഇരുന്ന് പൊങ്കാല ഇടുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്നു, ഞാൻ അപ്പുറത്ത് പോയി പൊങ്കാല ഇട്ടോളാം, മക്കളുടെ അടുത്തോട്ട് പോവാ, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നോന്നും പറഞ്ഞ് അവർ പറഞ്ഞു കലത്തിനകത്ത് അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്, പൊത്താനുണ്ട്, അടുപ്പുണ്ട്, ശർക്കരയും പൊടി എല്ലാ സാധനവും ഇരിപ്പുണ്ട്, മോൾ ഇട്ടോന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോയി. അപ്പോൾ ഈ സ്ത്രീ നോക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ കൂടെ ഒരു പട്ട് ഇങ്ങനെ പറന്നു പോകുന്നതല്ലാതെ ആനെ കാണാൻ വയ്യ. പിന്നെ ആരെയും കണ്ടിട്ടില്ല. അത് ദേവിയാണെന്നുള്ള വിശ്വാസമാണ് അവർക്ക്. 1981-ലാണ് തോന്നുന്നു ഇവിടെ പുനഃപ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞ് ഒരു ദിവസം അന്ന് കാർത്തികയുടെ അവസ്ഥയാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചരിത്ര പുസ്തകത്തിലുണ്ട്. അന്ന് എനിക്ക് ടൈഫോയിഡ് എങ്ങാണ്ടായിട്ട് കിടക്കുകയാണ്. ബാക്കിയുള്ള അച്ഛനേ ഉള്ളൂ. അവരൊക്കെ രാവിലെ അമ്പലത്തിൽ പോകുന്നു. അപ്പം നിർമ്മാല്യം തൊഴാനായിട്ട് ക്ഷേത്രം നിറച്ച ആൾക്കാർ കണ്ടമാണ്. നാട്ടുകാരെല്ലാം കൂടി നിൽക്കുമ്പോഴാണ് അവർ 4-4:30 ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലെത്തും. അപ്പോൾ അമ്പലത്തിനകത്ത് നിന്ന് ശ്രീകോലിൽ നിന്നും വളരെ ഒരു ശോഭയും പുക മേളിലോട്ട്, മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് 4 കെട്ട് പോലത്തെ ശ്രീകോല, അപ്പോൾ പുക മേളിലോട്ട് ഭയങ്കര ദീപവും ഈ കതകിൻ്റെ വിടവിൽ കൂടെ ഒക്കെ വെട്ടം വെളിയിലോട്ട് വരിക, പുകയും വരും. അപ്പോൾ ഏതോ തീപിടുത്തം ഉണ്ടായതാണെന്ന് വിചാരിച്ച് വീട്ടിൽ വന്ന് അറിയിച്ചപ്പോഴേ ഞങ്ങളുടെ അച്ഛനും ഒക്കെ ഓടി വന്ന് പെട്ടെന്ന് കുളത്തിലിറങ്ങി മുങ്ങി അവിടെ ചെന്ന് നട തുറക്കുമ്പോൾ നമ്മൾ തന്നെ ഭയന്നു പോകുന്ന രീതിയിൽ എല്ലാ വിളക്കുകളും കംപ്ലീറ്റ് വിളക്കുകളും കത്തി. സാധാരണ ദേവിയുടെ ശരീരത്ത് വാള് എടുത്ത് വെക്കുക. വാള് സാധാരണ ശ്രീകോലിൻ്റെ മൂലയ്ക്ക് വെക്കും. ആ വാളും ചൂരിലും ദേവിയുടെ ശരീരത്തുണ്ട്. കംപ്ലീറ്റ് കുങ്കുമം വാരിയിട്ട് ദേവി ആ മേൽക്കുരയോളം പൊങ്ങി നിൽക്കുന്ന രൂപത്തിൽ വളരെ വലുതായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ നിന്നു. അപ്പോഴത്തേക്ക് കൂട്ടം ശരണം വിളിയും ദേവിയെ പ്രാർത്ഥിക്കുകയും വലിയ ബഹളവും ഒക്കെ ആയി ഞങ്ങളങ്ങ് നടചാരി അച്ഛൻ. അത് കഴിഞ്ഞ് അല്ല, ജനങ്ങൾ കാണുന്നല്ലേ, ജനങ്ങൾ കാണുക, എല്ലാവരും കൂട്ടം കൂടി നിൽക്കല്ലേ. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രാർത്ഥന കഴിഞ്ഞിട്ട് നട തുറക്കുമ്പോഴെല്ലാം പഴയ പടിയാണ്. അങ്ങനെ ഒരു വലിയ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായത്. അങ്ങനെ നിരവധി കാര്യങ്ങൾ ദേവിയെ നേരിട്ട് പീഠത്തെ നിൽക്കുന്നതായിട്ട് ആ സമയത്തൊക്കെ ഈ ഉച്ചദീപാരാധന സമയത്തൊക്കെ തോന്നി. പിന്നെ അതൊക്കെ നിരവധി അത്ഭുതങ്ങൾ. മനം നൊന്ത് വിളിക്കുന്നവരുടെ അടുത്ത് പിന്നെ പ്രസവിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടി, സാമ്പത്തികം ഇല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടിയ ഒരു വീട്ടിൽ അവർ രാത്രിയായപ്പം പ്രസവ നോവ് എടുത്തപ്പം ഒരു സ്ത്രീ അപ്പം കയറി അവിടെ ചെന്നു. കുറച്ചു നേരം നിന്ന് അവരെ ആശ്വസിപ്പിച്ചങ്ങ് പോയി. അത് ദേവി ആയിരുന്നെന്നുള്ള, ദേവി വിളിക്കുന്ന ഇടത്ത് ചെല്ലുന്നുണ്ട്. അതൊരു അത്ഭുതകരമായ കാര്യമാണ്. ദേവിയെ ഭക്തിയോടുകൂടി വിളിച്ചാൽ ആ ഭക്തൻ്റെ അടുത്ത് ദേവി എത്തിയിരിക്കും. അതിൽ ഏറ്റവും പ്രധാനമാണ് സ്ത്രീകളെ ദുഃഖിപ്പിക്കുന്നത് ദേവിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ എത്തുന്ന സ്ഥലമായതുകൊണ്ട് സ്ത്രീ ശബരിമല എന്നറിയപ്പെടുന്നത്. ഇവിടെ സ്ത്രീകളെ ദേവതയായി കണ്ടുകൊണ്ട് പൂജിക്കുക, സ്ത്രീകളെ പൂജിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ സ്ത്രീകൾ കൂടുതൽ എത്തുകയും ചെയ്യുന്ന ക്ഷേത്രമാണ്. അതിന് സ്ത്രീ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് തന്നെ. ധാരാളം ഭക്തജനങ്ങൾ, സ്ത്രീ ഭക്തജനങ്ങൾ എത്തുന്നു. അവർക്ക് കുട്ടികളെയും സ്ത്രീകളെ ഉപദ്രവിച്ചാൽ അവർക്ക് കഠിനമായ ശിക്ഷ ദേവി കൊടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അവർ ദുഃഖത്തോടുകൂടി ഭക്തിയോടുകൂടി വിളിച്ചാൽ സെക്കൻഡ് ദേവി അവരുടെ അടുത്തില്ല.